ഇതെൻ്റെ ജിമെയിലിൻ്റെ ഇൻബോക്സ് ആണ്. ഇവിടെ OTP എന്നതിൽ ഞാൻ ടച്ച് ചെയ്തതിനാൽ OTP മെസ്സേജുകൾ മാത്രം ഇതുപോലെ സോർട്ടായിട്ട് വരും. ഇനി മറ്റൊന്ന് നോക്കിയേ, എനിക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് വന്നിരിക്കുന്ന മെയിലുകൾ മുഴുവനും ക്രെഡിറ്റ് കാർഡ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഇതുപോലെ നമുക്ക് ഒരു വ്യക്തി അയക്കുന്നതോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് വരുന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്കുള്ളതായിട്ടുള്ള ഇമെയിലുകൾ മാത്രം ഒരു പ്രത്യേക കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയെന്ന് മനസ്സിലാക്കാം. അതിനുമ്പ് ഇത്തരം അറിവുകൾ കിട്ടാനൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആദ്യം ജിമെയിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആക്കുക. മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്രോമിലൂടെ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ മെനുവിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നത് എനേബിൾ ആക്കിയിടണം. അപ്പോൾ കമ്പ്യൂട്ടർ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കാണാനാകും. ഇനി ഇടതുവശത്ത് ലേബൽ എന്ന ഭാഗത്ത് പ്ലസ് സിമ്പിൾ അമർത്തിയിട്ട് ഇനി വരുന്ന കോളത്തിൽ അതിനൊരു പേര് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് അമർത്തുക. ഇപ്പോൾ ആ ഒരു ലേബൽ കാണിക്കുന്നതിൻ്റെ വലതുവശത്തെ ഡോട്ടുകളിൽ അമർത്തിയിട്ട് അതിന് ഇതുപോലൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ഇമെയിൽ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ വലതുവശത്ത് ഓപ്ഷൻസിൽ നിന്നും ഫിൽറ്റർ മെസ്സേജ് ലൈക്ക് ദിസ് എന്നത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ വരുന്ന കോളത്തിൽ സബ്ജക്റ്റ് എന്നതിലോ ഹാസ് ദ വേർഡ്സ് എന്നതിലോ നിങ്ങൾക്ക് ഏത് വാക്കുള്ള ഇമെയിലാണോ ഒറ്റ ക്ലിക്കിൽ കാണേണ്ടത് ആ ഒരു വാക്ക് അവിടെ നൽകുക. ഞാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് നൽകി. ഇനി ക്രിയേറ്റ് ഫിൽറ്റർ എന്ന് അമർത്തിയിട്ട് അപ്ലൈ ദ ലേബൽ എന്ന് ടിക്കിട്ട് ആ ഒരു ലേബൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും താഴെ ഓൾസോ അപ്ലൈ എന്നും കൂടി ടിക്കിട്ട് ക്രിയേറ്റ് ഫിൽറ്റർ അമർത്തിയാൽ ആ വാക്കുള്ള എല്ലാ ഇമെയിലിനൊപ്പവും ആ ഒരു ഹൈലൈറ്റ് കളറും ഈ ഒരു ലേബലും കാണാൻ പറ്റും. ഇടതുവശത്ത് ആ ഒരു ലേബലിലൊന്ന് അമർത്തിയാൽ ആ മെസ്സേജുകൾ മാത്രമായിട്ട് കാണാം. ഇനി വരുന്ന അത്തരം വാക്കുള്ള മെയിലുകളും ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടും.